നമസ്കാരം. ഞാൻ കോഴിക്കോട് ഷൈദാബിഗം ആണ്. ഞാൻ എൻ്റെ കസിൻസ് എല്ലാം ഒരേ ഡ്രസ്സ് ഇട്ടിട്ടാണ് ഞങ്ങൾ കറങ്ങാൻ പോയത്. എന്നാൽ ഞങ്ങളെ വീട് കോഴിക്കോട് ബീച്ചിനടുത്തായിരുന്നു. എൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. എൻ്റെ കാലത്തൊക്കെ അറിയില്ലോ, ഒരു സെൻറ്റ് തുലാവും കുറവായിരിക്കും, 1000 ഉറുപ്പ്യക്കായിരിക്കും. പക്ഷേ ആ 1000 ഉറുപ്പ്യ എന്നാൽ ഒരു ശതത്തിന് ശമ്പളം വരെ 400 ഉറുപ്പ്യൊക്കെ ഉണ്ടാവും. അത്രയും മൂല്യമുണ്ട്. അങ്ങനെ ഞങ്ങൾ എൻ്റെ അങ്കിള് മുംബൈയിലുണ്ട്. ആ കാലത്ത് അങ്കിള് ഞങ്ങൾക്കൊരേ ചുരിദാർ കൊടുത്താണ്. ഞങ്ങളന്ന് അപ്പോൾ അവിടെയും ബസ്സും മിഡിയും ടോപ്പും ഫ്രോക്കൊക്കെ ഇതാണ് കൊടുത്തത്. നല്ല ഫാഷനായിട്ടാണ് ഡ്രസ്സ് പറഞ്ഞത്. ഡാഡി മിലിറ്ററി ആയതുകൊണ്ട് കാര്യങ്ങൾ മാറ്റി. അന്നേരം ഞങ്ങൾ 5-6 പേരുണ്ട്. ഒരേ ഡ്രസ്സ് ഇട്ടിട്ട് ഒരേ കളർ ഇട്ടിട്ട് ഒരേ ഫാഷൻ ഇട്ടിട്ട് പുറത്ത് പോയി. കോഴിക്കോട് ടൗണിൽ പോയി. അന്നേരം ആളുകൾക്ക് ഇത് അറിയില്ല. ചുരിദാർ ഫസ്റ്റ് ഇറക്കിയ ഞങ്ങൾ കേരളത്തിൽ ഇതെന്ത് ഡ്രസ്സാണ് എല്ലാവരും ചോദിച്ചു. നിങ്ങളേത് ഡാൻസ് ഗ്രൂപ്പാണ്, ഇതെന്ത് ഡ്രസ്സാണ്? ഞങ്ങൾ പറഞ്ഞ് ചുരിദാർ എന്ന് പറയുന്നത് ഇത് മുംബൈയിൽ നിന്ന് ഞങ്ങൾ വരുമ്പോൾ കൊണ്ടിട്ടൊന്നാണ്. എല്ലാവരും അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ചോദിച്ച് വലിയ കാര്യം. ഞാൻ വെള്ള ഫ്രോക്ക് തയ്പ്പിച്ച് 5-6 പേർക്ക് ലൈന് സൈഡിൽ കൂടി ബ്ലാക്ക് കളറ് തട്ടുതട്ടായിട്ടുള്ള ഫ്രോക്ക് ലീവായിട്ടില്ല. ഞങ്ങൾ ഇതെല്ലാം കൂടിയിട്ട് പോകുമ്പോൾ ആളുകൾ ഇങ്ങനെ ഒരു ഡാൻസ് ഗ്രൂപ്പിലാണ്. അതിന് വലിയ വിറ്റ് എന്താ വെച്ചാൽ സിസ്റ്റർ വെച്ച് 7 പഠിക്കുമ്പോഴാണ് ഫ്രോക്ക് ഇട്ടത് കേട്ടോ. ബീഗത്തിൻ്റെ ഫ്രോക്ക് ഞങ്ങൾക്ക് ഒന്ന് ഡാൻസ് പഠിക്കാൻ വേണം കേട്ടോ. ഞാൻ മമ്മീൻ്റെ അടുത്ത് പോയി പറഞ്ഞു, മമ്മിയെ സിസ്റ്റർ പറഞ്ഞത് എൻ്റെ ബീഗത്തിൻ്റെ ഫ്രോക്ക് എന്ത് പറയുമ്പോഴും ബീഗെന്ന് വിളിച്ചു അല്ലെങ്കിൽ റീന വീട്ടിൽ വിളിച്ചു. മമ്മി പറഞ്ഞു ഞാൻ തരുമൊന്നുമില്ല, അതിൽ ലിപ്സ്റ്റിക് ആവും, ചായ ആവും. പിറ്റേന്ന് സിസ്റ്റർ ബീഗം ഫ്രോക്ക് എവിടെ? അതിൽ സിസ്റ്ററെ മമ്മി പറഞ്ഞിട്ടുണ്ട് ലിപ്സ്റ്റിക് ആവും, ചായ ആവും, അതിനെക്കൊണ്ട് ഞാൻ തരൂല. ബീഗത്തിൻ്റെ മമ്മിക്ക് ഞങ്ങൾ ഫ്രോക്കിൽ ഒന്നും അഴുക്ക് പിരുത്താതെ ഞങ്ങൾ വൃത്തിയായിട്ട് നീറ്റായിട്ട് കൊടുത്തയക്കുന്നതാണ്, തിരികെ ഏൽപ്പിക്കുന്നതാണ്. ഒന്നും ചെയ്യാൻ പറ്റില്ല. മമ്മി അറിയില്ലാത്ത മോളാണ്. അങ്ങനെ ഞങ്ങളത് ഫാഷനായിട്ട് പിന്നെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അന്നത്തെ മിലിറ്ററി ക്യാൻറ്റീന്ന് നെയിലോണ്ട് റെഡ് കളർ ജീൻസ് മാതിരി സാധനം വാങ്ങി തന്നെ. എനിക്കത് നെയിലോണ്ട് അന്ന് ഞാൻ സെൻട്രൽ സ്കൂളിലാണ് പഠിച്ചത്. മിലിറ്ററിയിലുള്ള കോട്ടേഴ്സിൽ ഞാൻ മിലിറ്ററി വണ്ടിയിലാണ് സ്കൂളിൽ നിന്ന് പോയി വരുത്തുക. അതൊക്കെ ഭയങ്കര ഒരു അഭിമാനമായി. അന്നൊന്നും അതിൻ്റെ പ്രത്യേകത മനസ്സിലാക്കില്ല. മിലിറ്ററി വണ്ടിയിൽ കൊണ്ട് ആക്കി തരുമോ, കോട്ടേഴ്സിലേക്ക് പോകുമ്പോഴും അങ്ങനെ തന്നെ രാവിലെ കൊണ്ടുപോകും സ്കൂളിലേക്ക്. ഈ നെയിലോണ്ട് സോക്സ്, നെയിലോണ്ട് ജീൻസ് ഒന്നും കിട്ടില്ല. ഞാൻ ഇങ്ങനെ വലിച്ച് സ്കൂൾ ഇട്ട് വരുമ്പോഴത്തേക്ക് ഞാൻ തുടങ്ങി കഴിച്ച് അലീൻ്റെ മകളതാ വരുന്നു, കോട്ടേഴ്സുള്ളത് കയറി അലീൻ്റെ മകളതാ വരുന്നു, അലീന്നാ ഡാഡിന് വരും. ദൂരെ ഒന്നും കേൾക്കാൻ കരച്ചില്ലെന്നറിയും. അവർക്ക് ചിരിച്ച് വീണർക്കും ചരിച്ചിട്ട് ഭയങ്കര കരച്ചിലാണ്. ഞാൻ മമ്മീനെ കേരളത്തിലെ സ്കൂളിലാകുമ്പോൾ കല്ലായി സ്കൂളിൽ പഠിക്കുന്നത് കുപ്പേരിക്കാവിനടുത്താണ്. ഒരു പടിഞ്ഞാറ് റെയിൽവേ സ്റ്റേഷൻ കോഴിക്കോട്. അപ്പം റെയിൽ മുറിച്ചെടുക്കാൻ സ്കൂളിലെത്താണ്. ഞാൻ മമ്മിയുടെ അനിയത്തി ആൻറ്റീൻ്റെ കയ്യും പിടിച്ച് കൊണ്ടുപോകും രാവിലെ. എനിക്ക് വലിയ കാര്യമായിരുന്നു. ആൻറ്റിയാണ് എന്നെ മിക്കവാറും നോക്കൽ. അപ്പം ചെറുപ്പത്തിൽ ഉറക്കി തെത്ത് പാട്ട് പാടിയിട്ടെല്ലാം. അങ്ങനെ സ്കൂളിലെത്തി അതിന് തിരിച്ചെത്തുമ്പോൾ റീനയുടെ മമ്മി ഇരിക്കുന്നു. റീന ഞാൻ സ്കൂളിലെത്തി. അപ്പോൾ ഈ കൊലായിലിരിക്കുന്ന ആരാ? ഇവിടെ എത്തിയോ? ഞാൻ ഒറ്റയ്ക്ക് ഓടി വരും എൻ്റെ വീട്ടിന് മുന്നേ. മമ്മി രണ്ടാകെ അടിച്ച് പിടിച്ച് സ്കൂളിലെത്താൻ ഭയങ്കര മടിയായി സ്കൂളിൽ പോകാൻ. ഒറ്റയ്ക്ക് പിന്നെ എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഞാൻ ആദ്യത്തെ സ്കൂളിൽ ചേർത്തിയ സമയത്ത് അങ്ങനെ എന്താ പറയുക, പിന്നെ വെച്ചാൽ ഭയങ്കര വാശിയാണ്. മീൻസ് ലീവ് കഴിഞ്ഞ് പോകുന്ന സമയത്ത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. കൈയോണ്ട് ഇങ്ങനെ കളിക്കുന്ന കോഴിയില്ലേ, സ്റ്റീലിൻ്റെ അങ്ങോട്ട് 2 കോഴി അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കും. അത് വേണം എന്ന് പറഞ്ഞ് ഭയങ്കര ചിലല്ലേ. വൈ കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളവർക്ക് ഭയങ്കര ഒച്ചയും ഇതൊക്കെ കേട്ട് ഇരിക്കാൻ കഴിയില്ല. ഞാൻ അവസാനം വാങ്ങിക്കും. രാത്രി അവസാനമാകുമ്പോൾ വരുന്ന സമയത്ത് എനിക്ക് സൈക്കിൾ വേണം എന്ന് പറഞ്ഞു. ഹിന്ദിയെ അറിയാം, മലയാളം അങ്ങനെ അറിയില്ല. അവിടെ ആയതുകൊണ്ട് അത് പറഞ്ഞിട്ട് ഒറ്റ നിർത്താം. എന്നോട് എനിക്ക് ഫാദർ വാങ്ങി തന്നു. ഭയങ്കര വാശിയാണ്. പിന്നെ അതേപോലെ ഈ മദ്രാസിലൊക്കെ എത്തുമ്പോഴത്തേക്ക് ഭയങ്കര അലർജി. അവിടുത്തെ അറ്റ്മോസ്ഫിയർ ഭയങ്കര കരച്ചിലാണ്. അവിടെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുന്ന എപ്പോഴും അങ്ങനെ തന്നെ. ചൈനയിൽ എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്യുന്ന സ്ഥലത്തിൽ വല്ലാത്തൊരു അറ്റ്മോസ്ഫിയറാണ് അവിടെ. എനിക്ക് കണ്ടുക അത് പൂര മഹാരാഷ്ട്രയിൽ. അവിടുത്തെ അവസ്ഥ എനിക്കിഷ്ടമില്ല. പോകുന്നത് വെറുതെ ആരെങ്കിലും ടൂറ് പോകാൻ കൂടി ഞാൻ പോകില്ല അങ്ങോട്ട്. അത്രയും ഒരു ഇല്ലാത്ത ഒരു ഇതാണ്.
അന്തരീക്ഷം അടിക്കാടെ